എനിക്കും നിങ്ങൾക്കും എല്ലാവർക്കുമുള്ള ഒരേ ഒരു കാര്യമാണ് നമ്മൾ സക്സസ് ആവുക, നമ്മളെ ലക്ഷ്യത്തിലെത്തുക. നമ്മളെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഓരോ മനുഷ്യന്റെയും ലക്ഷ്യം എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ ലൈഫ് നല്ല രീതിയിൽ സെറ്റിൽഡ് ആവുക, നമുക്ക് നമ്മുടെ കുട്ടികളെ നന്നായിട്ട് നോക്കാൻ പറ്റുക. അതേപോലെ ഇനിയിപ്പോൾ നമ്മളെ ലൈഫും നല്ല സൂപ്പർ ആയിട്ട് നമ്മൾ ചില ആൾക്കാരുടെ ലൈഫൊക്കെ നോക്കി നമ്മൾ തന്നെ പറയില്ലേ, വാവ് എന്തൊരു നല്ല ലൈഫാണ്, നമ്മളെന്താ ഇങ്ങനെ ആയിപ്പോയി എന്നുള്ളതിൽ. പ്രത്യേകിച്ച് മിഡിൽ ക്ലാസ്സിലൊക്കെ ഇരിക്കുന്ന ആൾക്കാരാണെങ്കിൽ നമ്മളെ പോലെ തീർച്ചയായിട്ടും ലൈഫ് എന്താ മുന്നോട്ട് പോകാത്ത ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കും. എല്ലാവർക്കും ലക്ഷ്യം ഒന്നാണ്, നമുക്ക് എല്ലാവർക്കും ഫിനാൻഷ്യലി സെറ്റിൽഡ് ആവണം, അല്ലെങ്കിൽ നല്ലൊരു ലൈഫ് ജീവിച്ചു പോകണം എന്നുള്ളത്. പക്ഷേ ഈ ഒരു ലക്ഷ്യത്തിൽ എത്താൻ വേണ്ടി എത്ര അപായം കൊണ്ട് പറ്റുന്നുണ്ട് അല്ലെ? ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഉള്ളില് നമുക്ക് തന്നെ തിരിച്ചറിയാൻ പറ്റാത്ത, അല്ലെങ്കിൽ നമുക്ക് തിരിച്ചറിഞ്ഞിട്ട് നമ്മൾ അതിന്റെ പിന്നിലേക്ക് പോവാത്ത നമുക്കൊരു ഗോൾ ഉണ്ട്. ആ ഗോളിനെ കണ്ടെത്തുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ട കാര്യം. നമ്മുടെ ലൈഫിൽ ഒരു ഓളത്തിൽ അങ്ങ് പോവാ അല്ലേ, ലൈഫ് എങ്ങനെയെങ്കിലൊക്കെ ജീവിച്ചു പോകണം എന്നുള്ള രീതിയിൽ പോവാണെങ്കിൽ എപ്പോഴും നമുക്ക് പരാതികൾ മാത്രമേ ഉണ്ടാവുള്ളൂ. നമ്മുടെ ലൈഫ് ഇങ്ങനെയാണ്, ഇങ്ങനെ ഉണ്ടാവുള്ളൂ എന്നുള്ള രീതിയിൽ നമ്മൾ അങ്ങനെ മൈൽഡായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. പക്ഷേ നമ്മുടെ ഒരു ലക്ഷ്യം നമ്മുടെ ഉള്ളിലൂടെ കണ്ടെത്തി, നമുക്കൊരു ഗോൾ കണ്ടെത്തി മുന്നോട്ട് പോവാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഈ നോക്കിക്കാണുന്നില്ലേ, നമ്മൾ പറയുന്ന പണക്കാർ, അവിടെയൊക്കെ ലൈഫ് കാണുന്നില്ലേ, അവരൊക്കെ എത്ര ഉയർന്നാൻ നിൽക്കുന്നത്, അവരുടെ ലൈഫിലെ ഭയങ്കര ലക്ഷറി ആയിട്ടുള്ള ലൈഫല്ലേ. അങ്ങനെ ഈ ഒരു പക്ഷെ നമുക്ക് അത്രയൊന്നും ആഗ്രഹമില്ലെങ്കിൽ പോലും ഈ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളൊക്കെ മാറി ഒരു നല്ല രീതിയിൽ സെറ്റിലായിട്ട് പോകാൻ പറ്റണമെന്നെങ്കിൽ നമ്മൾ ആഗ്രഹിക്കാറില്ലേ? അത് എത്തണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കണ്ടെത്തുന്നത് നിങ്ങളുടെ ഉള്ളിലുള്ള നിങ്ങളുടെ ഒരു എന്തെങ്കിലും ഉണ്ടാവും, നിങ്ങൾക്കൊരു കഴിവ്, നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഉണ്ടാവും, അതിലാണ് നിങ്ങൾ ശോഭിക്കുക. അല്ലാതെ ഇപ്പം എല്ലാവരും എഞ്ചിനീയറിംഗ് പഠിച്ചു, ഞാനും എഞ്ചിനീയറിംഗ് പഠിച്ചു, അത് പഠിച്ചു ജോലി കയറി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ആ ജോലി ഇങ്ങനെ കൊണ്ടുപോവാണ്. അല്ലാതെ നിങ്ങൾ നിങ്ങളുടെ പാഷന് വേണ്ടിയിട്ട് പഠിച്ച് നിങ്ങൾ നിങ്ങളുടെ പാഷൻ കണ്ടെത്തിയിട്ട് മുന്നോട്ട് പോകുമ്പോഴാണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് സക്സസ് ആവാൻ പറ്റുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് ജീവിക്കാം, നമുക്ക് ജീവിക്കാൻ വേണ്ടി എന്തും ചെയ്യാം, നമുക്ക് എന്ത് പണിയെടുക്കാം അല്ലെ. സാധാരണ എന്ത് ചെറിയ ജോലിക്കും അത്രയും മൂല്യമുണ്ട്. നമുക്ക് ജീവിക്കാൻ വേണ്ടി, പണം ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് ചെയ്യാം. പക്ഷേ നമ്മളുടെ ഒരു ലെവലിലേക്ക് നമുക്ക് എത്തണമെങ്കിൽ നമ്മുടെ ഉള്ളിലുള്ള നമ്മളുടെ ആ ഒരു സ്കില്ലിനെ കണ്ടെത്തിയിട്ട് അതിനെ പരിപോഷിച്ചിട്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോഴാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സൂപ്പർ ആയിട്ടുള്ള ലൈഫ് കൊണ്ടുപോകാൻ പറ്റില്ല. ഇല്ലെങ്കിൽ നമുക്ക് എപ്പോഴും മടുപ്പായിരിക്കും. നമ്മളിപ്പം ഒരാള് എഞ്ചിനീയറിംഗിനെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടാണ് പഠിച്ചെങ്കിൽ ആ ജോലി ആ വ്യക്തിക്ക് എപ്പോഴും ഒരു പാഷൻ ആയിരിക്കും, ഭയങ്കര ഹാപ്പിനെസ് കൊടുക്കുന്നുണ്ടാവും, ആ ആള് സക്സസ് ആണ്. അല്ലാതെ ഇനിയിപ്പം ഒരു കുട്ടിക്ക് ഡാൻസ് ആണ് ഇഷ്ടം, ഡാൻസ് കളിക്കാനൊക്കെയാണ് ഇഷ്ടം, പക്ഷെ ആ കുട്ടി പോയിട്ടുള്ളത് ഫാമിലി എല്ലാം പറഞ്ഞിട്ട് ഒരു സാധാരണ ഒരു എന്തെങ്കിലും ഡോക്ടറോ അങ്ങനെ എന്തെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ ആ കുട്ടിക്ക് അതൊരു പ്രഷറാണ്. ആ കുട്ടി ജീവിക്കാൻ വേണ്ടി അത് ചെയ്യും, ജീവിക്കാൻ വേണ്ടി ചെയ്തേ പറ്റുള്ളൂ. പക്ഷെ നമ്മള് അവിടെ സക്സസ് നേടാൻ പറ്റുമെന്ന് വെച്ചാൽ ഒരു പക്ഷെ ചിലപ്പോൾ ഫിനാൻഷ്യലി സെറ്റിൽഡ് ആവായിരിക്കും, പക്ഷെ മെന്റലി അവിടെ സക്സസ് ആവില്ല. പലപ്പോഴും അതൊരു ബ്രേക്ക് എടുക്കണമെന്ന് ഫീൽ ചെയ്യുന്ന ഒരു ലെവലിലേക്ക് തന്നെ പോവുള്ളൂ. നമ്മളെപ്പോഴും നമ്മുടെ ഉള്ളിലെ സ്കില്ല് കണ്ടെത്തിയിട്ട് നമ്മൾ അതിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുമ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ നമ്മളെ ലൈഫ് സക്സസിലേക്ക് എത്താൻ പറ്റുള്ളൂ, നമ്മളെ ലൈഫിൽ ഒരു ലക്ഷ്യത്തിലേക്ക് എത്തുള്ളൂ. നമ്മൾ എന്ത് കാര്യമായാലും ഇപ്പൊ നിങ്ങൾ ചോദിക്കും, അപ്പൊ എനിക്ക് എന്തെങ്കിലും ഉണ്ടോ അങ്ങനെ ഒരു സ്കില്ല്, അല്ലെങ്കിൽ എനിക്ക് അങ്ങനെയൊന്നും ഇല്ലല്ലോ എന്ന് ചിന്തിക്കുന്നവരോടും എനിക്ക് പറയാം, നമ്മൾ ഓരോരുത്തരും ജനിക്കുമ്പോഴും നമുക്ക് നമ്മുടേതായ ഒരു സ്കില്ല് ദൈവം നമുക്ക് തന്നിട്ടുണ്ടാവും. അത് നമ്മൾ കണ്ടെത്തുക എന്നുള്ളതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഞാനൊക്കെ ജേർണലിംഗ് ഒക്കെ എഴുതുമ്പോൾ എൻ്റെ ഉള്ളിലെ കുറേ ആഗ്രഹങ്ങൾ ഇങ്ങനെ എഴുതിക്കൊണ്ടേയിരിക്കും. അതിൽ എനിക്ക് ഏറ്റവും കൂടുതൽ പീക്കായിട്ട് തോന്നിയ ആഗ്രഹമായിരിക്കും എൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം എന്ന് പറയുന്നത്. അതിലേക്ക് ഞാൻ ഇറങ്ങിത്തിരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും എനിക്ക് അതിലൊരു സക്സസ് കാണാൻ പറ്റും. കാരണം എന്ന് വെച്ചാൽ ചിലപ്പോൾ 2-3 പ്രാവശ്യം അത് ചെയ്ത്, അല്ലെങ്കിൽ ആ ഒരു കാര്യം ആ ഇതിലേക്ക് എത്തിപ്പെടാൻ നമ്മൾ പരിശ്രമിക്കുമ്പോൾ ചിലപ്പോൾ ഡൗൺ ആവും. മനുഷ്യനാണ്, നമുക്കൊരു കുറച്ച് സമയം ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര ബോറിംഗ് ആവും, ഡൗൺ ആവും. പക്ഷെ അത് ഉള്ളിലുള്ള ഒരു ആഗ്രഹവും ഉള്ളിലെ ഒരു വിഷു ആണെങ്കിൽ, അത്രയും നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണെങ്കിൽ, നമുക്ക് ആ ഒരു സ്കില്ല് ഉള്ളിലുണ്ടെങ്കിൽ അത് പിന്നെയും പൊടി തട്ടി വന്നുകൊണ്ടേയിരിക്കും. നിങ്ങൾ പലപ്പോഴും പലരും ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ലേ, ചില ഡാൻസ് ഒക്കെ ഉള്ള ആൾക്കാർ, അല്ലെങ്കിൽ പാട്ട് പാടുന്ന ആൾക്കാർ, അവരൊക്കെ അവരുടെ ലൈഫിൽ എപ്പോഴും ബാക്കോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെയും അതിലേക്ക് കടന്നു വരുന്ന കാണാം. അത് അവരുടെ പാഷനാണ്. അപ്പൊ നമ്മൾ നമ്മുടെ ലക്ഷ്യം എന്താണെന്ന് കണ്ടെത്തേണ്ടത് നമ്മുടെ ഉള്ളിലുള്ള നമ്മുടെ സ്കില്ല് വെച്ചിട്ടാണ്. അല്ലാതെ നമ്മുടെ ലൈഫ് എങ്ങനെയെങ്കിലും മുമ്പോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യല്ല വേണ്ട. എന്താ ഞാൻ സക്സസ് ആവാത്ത, എൻ്റെ ലൈഫ് എന്താ മുന്നോട്ട് പോകാത്തതെന്ന് ആരും ചിന്തിക്കരുത്. നിങ്ങൾക്ക് സക്സസ് ആവണമെങ്കിൽ അത് നിങ്ങളുടെ ഉള്ളിൽ തന്നെയാണ് തപ്പേണ്ടത്, നിങ്ങളുടെ ഉള്ളിൽ തന്നെയാണ് അത് മനസ്സിലാക്കേണ്ടത്. ഇപ്പൊ ഞാനൊരു ഫോർ എക്സാമ്പിൾ പറയാം. ഞാൻ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ദിവസം ഞാൻ ചേർച്ചിലേക്ക് പോകുന്ന സമയത്ത് ഒരു അമ്മമ്മ അവിടെ നിന്ന് കരയുന്നുണ്ടായിരുന്നു. റോഡ് കിടക്കാൻ പറ്റായിട്ടാൽ, അവിടെയാണ് ഹോസ്പിറ്റൽ ഉള്ളത്, ഗവൺമെന്റ് ഹോസ്പിറ്റൽ. അപ്പോൾ ഹോസ്പിറ്റലിലേക്ക് പോകാൻ ഉള്ള വഴി അറിയാത്തതുകൊണ്ട് അമ്മമ്മ അവിടെ കിടന്ന് ഭയങ്കര പാനിക് ആവുന്നുണ്ടായിരുന്നു. ആ അമ്മമ്മ എങ്ങോട്ടും പോകുന്നില്ല, അവിടെ തന്നെ നിൽക്കാണ്. അമ്മമ്മക്ക് അറിയാം ഇതിൽ എവിടെയാണ് പോകേണ്ടത് എന്നുള്ളത്. അപ്പൊ ഞാൻ കറക്റ്റ് ആയിട്ടുള്ള ഒരു വഴി പറഞ്ഞു കൊടുത്തു. അങ്ങനെയാണ് നമ്മൾ ഓരോരുത്തരും ഇങ്ങനെ സ്റ്റക്ക് ചെയ്ത് നിൽക്കുകയാണ്. നമുക്കറിയാം എങ്ങനെയോ പോകാനുണ്ട് എന്നാൽ ഞാൻ സക്സസ് ആവുന്നത്, പക്ഷെ നമ്മളാരും കൊണ്ട് പോയി നോക്കില്ല. പക്ഷെ നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള വേല് മാത്രമേ പോകുള്ളൂ നമുക്ക് പോകേണ്ട അടുത്തേക്ക്.
ആ അമ്മ അങ്ങനെയായിരുന്നു, വേറെ ഒരു വഴിയിലേക്ക് പോകാതെ അവിടെ നിൽക്കായിരുന്നു. എൻ്റെ ഒരു സഹായം കിട്ടിയപ്പോഴാണ് കറക്റ്റായ വഴി അവിടെ എത്തിയത്. കാരണം നമുക്കറിയാം നമുക്കൊരു കറക്റ്റ് ആയിട്ടുള്ള വേ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എത്താൻ പറ്റും അവിടെ എന്നുള്ളത്. പക്ഷെ ആ കറക്റ്റ് ആയിട്ടുള്ള വേ നമ്മൾ തന്നെ നമ്മുടെ ഉള്ളിൽ തപ്പിയെടുക്കുക എന്നുള്ളതാണ് അത്യാവശ്യം. ആരെങ്കിലും ആശ്രയത്തിലോ ഏതെങ്കിലും രീതിയിൽ അവിടെ എത്തുമ്പോൾ നമുക്കതിന്റെ സക്സസ് കാണാൻ പറ്റില്ല. അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ സ്റ്റക്ക് ചെയ്ത് നിന്നിട്ട് നമ്മൾ ചിന്തിച്ചു തുടങ്ങുക, എന്താണ് എൻ്റെ ലൈഫിലേക്ക് ഞാൻ മാറ്റം വരുത്തേണ്ടത്, എന്താണ് ലൈഫ് നേടിയെടുക്കാൻ വേണ്ടി ചെയ്യേണ്ടത് എന്നുള്ളത്. അത് ഒരു പക്ഷേ നമുക്ക് ഇപ്പൊ ചെയ്തപാട് കിട്ടുന്ന ഒരു കാര്യമായിരിക്കില്ല. ചില ആൾക്കാർക്ക് കലാബോധം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, പാട്ട്, ഡാൻസ്, ഡ്രോയിങ്, അതൊക്കെ ഇപ്പോൾ ചെയ്തതിന്റെ പേരിൽ അല്ലെങ്കിൽ ഇപ്പോൾ ആയിക്കൊണ്ടിരിക്കും എന്തൊരു കാര്യം, ഇനി ഏതെങ്കിലും ഒരു കാര്യത്തിൽ ബിസിനസ് ചെയ്യാനാണ് താല്പര്യം, ബിസിനസ് ആണ് ഇനി ഉള്ളിലുള്ള ത്വര എങ്കിൽ നമ്മൾ ആ ബിസിനസ്സിന് വേണ്ടി ഇറങ്ങിത്തിരിക്കണം. അത് സക്സസ് ആവോ ഇല്ലയോ എന്നല്ല, നിങ്ങൾക്ക് അതിൽ പാഷൻ ഉണ്ടെങ്കിൽ, ആ ഒരു ടോപ്പിക്കിനോട്, നിങ്ങൾ എടുത്തിട്ടുള്ള ടോപ്പിക്കിനോട് അതിയായ പാഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ അതിനു വേണ്ടി ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. കുറച്ച് സമയം എടുക്കും ചിലപ്പോൾ സക്സസ് ആവാൻ, പക്ഷെ പേഷ്യൻസോടുകൂടെ അത് സക്സസ് ആക്കാൻ വേണ്ടിയിട്ട് അതിനു വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കാം. അപ്പോൾ ഒരു ദിവസം നിങ്ങൾക്ക് സക്സസ് ആവാൻ പറ്റും. ആദ്യം നിങ്ങൾ കണ്ടെത്തേണ്ടത് നിങ്ങളുടെ ഉള്ളിലെ കഴിവിനെയാണ്. നിങ്ങൾക്ക് എന്തിനോടാണ് കൂടുതൽ പാഷൻ ഉള്ളത്, നിങ്ങൾക്ക് എന്തിനോടാണ് കൂടുതൽ ഇഷ്ടമുള്ളത്. അല്ലാതെ എല്ലാവരും ചെയ്യുന്നുണ്ട് ഞാനും ചെയ്യും, എനിക്ക് ഇത് സക്സസ് ആവാത്തേ എന്ന് ചിന്തിച്ചിട്ട് കാര്യമില്ല. നിന്റെ ഉള്ളിൽ എന്താണെന്ന് എനിക്ക് വേണ്ടത്, അല്ലെങ്കിൽ നീ എന്തിനോടാണ് കൂടുതൽ പാഷൻ ആയിട്ടുള്ളത്, നീ എന്തിനോടാണ് കൂടുതൽ ഇഷ്ടപ്പെടുന്നത്, അതിനെ നീ കണ്ടെത്തുക. സ്വയം സംസാരിക്കുക, സ്വയം എഴുതി ഒക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു ആൻസർ കിട്ടും. പിന്നെ ആ ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുക. തീർച്ചയായിട്ടും ഒരു ദിവസം നിങ്ങൾക്ക് സക്സസ് മസ്റ്റ് ആയിട്ടുണ്ടാവും.